നിന്റെ ആളുകൾ അങ്ങോട്ട് പോകാണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? നീ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാ മതി. പോയ ജീവനും തകർന്ന കുടുംബങ്ങളും ഇതോടെ മതിയടാ. നിങ്ങൾ രണ്ടുപേരോടും അവസാനമായിട്ട് പറയുക, പേടിയോടെയാണെങ്കിലോ കാവലിൽ നിന്നിട്ടാണെങ്കിലോ ഇനി മുതൽ ഒരു മനുഷ്യൻ പോലും ഇവിടുന്ന് അങ്ങോട്ടും പോകരുത്, അവിടുന്ന് ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് വരാനും പാടില്ല. അങ്ങനെ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. അവന്റെ കൈ കൊടുത്തിട്ട് വാ. ശരി. ദേഷ്യം പട്ടിക്കും വരും, മനുഷ്യനായ ബുദ്ധി വേണം. വാടാ. നമ്മളാളുടെ കാലും വെട്ടി അപമാനിക്കുകയും ചെയ്തു. നമ്മളെ കൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മളും അവരുടെ കാലൊക്കെ വെട്ടിയെടുക്കണം. കണ്ണിനെ കണ്ണുകൊണ്ടും കാലിനെ കാലുകൊണ്ടും എടുക്കണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആളുടെ കാലിന് പകരം അവന്റെ തലയെടുക്കണം. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും ആരിങ്ങോട്ട് വരാനാടാ? ആരെങ്കിലും കാവല് നിർത്തി എത്രയും വേഗം വിളിച്ചോണ്ട് പാടാ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. തിരുപ്പുറം അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടടാ. തമിഴർക്കോ മലയാളികൾക്കോ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ കോളേജിൽ തല്ലുണ്ടാക്കരുതെന്ന് ജമീന്ദാർ റൂള് വെച്ചിട്ടുണ്ട്. അവനെ അങ്ങോട്ട് അയച്ചാൽ അടിപിടി നടക്കുകയും ചെയ്യും, അവൻ സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യും. അവന് ആ ഭാഷ അറിയില്ലല്ലോ. അവിടെ എല്ലാവരും മലയാളം പറയുന്നേ. ഭക്ഷണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതല്ല അവര് ഫിക്സ് ചെയ്തു. എന്തെങ്കിലും പറഞ്ഞവനെ കൺവിൻസ് ചെയ്യാൻ നോക്ക്. എന്നെ അവർ തിരുപ്പൂർക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചടാ. പോസ്റ്റിങ്ങിന് ഇനി കുറച്ച് ദിവസം കൂടെ വേണ്ടി വരും. നിന്റെ സെമസ്റ്റർ സ്റ്റാർട്ടായില്ലേ, അതുകൊണ്ട് നിന്നെ അവിടെയുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നീ അവിടെ പോയി സെറ്റിൽ ചെയ്തു. 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അച്ഛാ, ഈ പറയുന്ന സ്ഥലം എവിടാന്നറിയോ? ഡ്രസ് എടുത്ത് വെക്കി ബസ് സ്റ്റാൻഡിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ നാട്ടിലേക്ക് പോകുന്ന ഞാൻ കരുതിയത്. എന്നെ ഇങ്ങനെ പറഞ്ഞയക്കാന്ന് ഞാൻ കരുതിയില്ല. അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണോ കരുതിയത്? അച്ഛാ, നിങ്ങളെന്നെ കിണറ്റി തള്ളിയിട്ടാലേ എന്നാ പിന്നെ ഒന്ന് കുളിച്ചേക്കാന്ന് വിചാരിക്കുന്ന ഒരുത്തനാ ഞാൻ. അറിയാലോ എന്നെ, ഏത് നാടിലും എനിക്ക് കുഴപ്പമില്ല. അമ്മേ, അമ്മ പേടിക്കാതിരിക്കെ, ഞാൻ സംസാരിക്കുമല്ലേ. അച്ഛൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ബസ് വിട്ടു പോകുമെന്ന് പേടിയാവുന്നടാ. ബൈ മോനെ. അമ്മേ പോവാ. ശരി. അവൻ അങ്ങോട്ട് പോകാതെ നമ്മുടെ കൂടെ ചാടി പോരും. തിരുപ്പുറം ഇറങ്ങാനുള്ളവരെല്ലാം എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ. ചേട്ടാ, ഇത് നല്ല ഭംഗിയുള്ള പ്രദേശമാണല്ലോ, മലനിരകളും വയലും ഒക്കെ. ഇത് ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെത്തി സാർ. അത് കൊള്ളാം. ആ വയലേ തമിഴ്നാട്ടിലുള്ളത്. ഓ, അതെ സാർ, ഇത് കേരളം തമിഴ്നാട് ബോർഡർ. ഈ ഭാഗം തമിഴ്നാട്, ആ ഭാഗം കേരളം. എന്നെ ഈ ബോർഡറിലേക്കാണ് അയച്ചല്ലേ അച്ഛാ. സാർ, നിങ്ങൾ പോകേണ്ടത് ഈ വഴി. ആ വഴി പോയ നിങ്ങളുടെ ജീവൻ. അച്ഛ ഇവിടെ എത്തി. അവിടെ ചെന്നപ്പോ നിനക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നീ എന്നോട് വിളിച്ചു പറഞ്ഞു. അച്ഛൻ ലൂസിനെ പോലെ സംസാരിക്കല്ലേ. ചെറുപ്പം മുതൽ ഈ പൊല്യൂഷനെ കടിച്ചടിച്ച് ഈ സമാധാനമുള്ള നാട്ടിലെത്തിയപ്പോൾ എന്റെ സന്തോഷം നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ? കണ്ടില്ലേ, ഇതേ സ്ഥലപ്പേരൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. തിരുപ്പുറം എന്നാണത്രേ. കണ്ടില്ലേ, പേര് തന്നെ എന്ത് രസമാന്ന്. നീയല്ലേ പറഞ്ഞത് എവിടെ പോയാലും 4 കാലം വീണ്ടും ജീവിച്ച് കാണിച്ചു തരാന്ന്. ഒരു ഇഡലിയും കൂടെ നീ ഇങ്ങോട്ട് ഇട്, അവന്റെ പങ്കും കൂടെ ഞാൻ കഴിച്ചോളാം. നന്നായിട്ട് കഴിക്കേ. സപ്പോർട്ട കഴിക്കുന്നോ ഇപ്പോഴോ? ഇല്ല, ഐ ഹാഡ് ഫ്രൂട്ട്സ്. സപ്പോർട്ട അല്ല, ഭക്ഷണം കഴിക്കുന്നോന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്താ കിട്ടുക? ഇവിടെ സാമ്പാർ ഇഡ്ഡലിയാ ഫേമസ്. 1 മിനിറ്റ്. അച്ഛാ, അമ്മ ഉണ്ടാക്കുന്ന ഫുഡേ ചേച്ചേ വല്ലാതെ ബോറടിച്ചു പോയി. ഇവിടെ സാമ്പാർ ഇഡ്ഡലി ഫേമസ് ആണത്രേ. ഞാൻ കഴിച്ചിട്ട് വിളിക്കാവേ. വാളിയ ഒന്ന് ഒരു സെൽഫി എടുക്കാം. ചിരിക്കണോ?
വന്നല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരേട്ടാ ഭക്ഷണം മേടിക്കാൻ പോകുന്നത്? എന്താ അല്ലേട്ടാ ഇവിടൊക്കെ എന്താ ഈ വേലി കെട്ടിയിരിക്കുന്നത്? ഇതാ ഹോട്ടല്. ഓ ശരി, എന്നാ ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം. വാ. ചേട്ടാ ഒരു പ്ലേറ്റ് സാമ്പാർ ഇഡ്ഡലി. ആഹാ, ഞാൻ കാല് വെച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കടയിൽ ആള് കൂടിയല്ലോ. 2 ഇഡ്ഡലിയും സാമ്പാറും. വേഗം താഴേട്ടാ. ഇവൻ എവിടുന്ന് വന്നടാ? നാരങ്ങ ഇതുകൊണ്ടാണോ വെട്ടുന്നത്? ഇത്രയും വലിയ കത്തിയോണ്ട് അങ്ങനെ മുറിക്കുന്നത്? മണ്ടൻ, ഇത് എന്താണത്? വേഴ്സ് ഫെലോ. എടോ തന്നോട് എത്ര തവണ ഞാൻ ചോദിക്കുന്നത്? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? സാമ്പാർ ഇഡ്ഡലി എന്തിയേ? എന്നെ പറ്റിയപ്പോ നന്നായിട്ട് അറിയില്ലല്ലേ? എടാ നിങ്ങളൊക്കെ സത്യത്തിൽ മനുഷ്യന്മാർ തന്നെയാണോ? എന്താടാ ഇങ്ങനെയൊക്കെ? ഞാൻ അതിനോട് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നല്ലോ. സാമ്പാർ ഇഡ്ഡലിയും ചോദിച്ചതിന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഭയങ്കര മോശം കേട്ടോ. എൻ്റെ ബാഗ് തന്നാ. അവരെ പിടിക്കാൻ. അമ്മവാ നിങ്ങളെങ്കിലും ഒന്ന് പറ, അവരെന്നെ കൊല്ലാൻ നോക്കുക. അവരെ പിടിക്കാൻ. അവനെ പിടിക്കാൻ. വെള്ളം കുടിക്കും. കുടിക്ക്. എന്തിനാണ് ഇവന്മാരെല്ലാം ഇങ്ങനെ ഒരുത്തനായിട്ട് വെട്ടാൻ ഓടിക്കുന്നത്? ഇവന്മാർക്ക് ഭ്രാന്താണോ? ഒരാഴ്ച മുമ്പ് അവിടെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വന്ന അവന്റെ കാലാ വെട്ടിയത്. അതിന്റെ ദേഷ്യമായി കണ്ടത്. കാലി വെട്ടിന്നോ? ആ. നിനക്കൊക്കെ ഭ്രാന്താണോ? ഭ്രാന്തല്ല മോനെ, ദേഷ്യം. മലയാളി അങ്ങോട്ടും പോകാൻ പാടില്ല, തമിഴൻ ഇങ്ങോട്ടും വരാൻ പാടില്ല. നിങ്ങൾക്ക് എവിടെയാ പോണ്ടേ? KGM കോളേജിൽ. നിങ്ങൾ നല്ല ലക്കിയാ സാർ. ഇവിടുത്തെ ചരിത്രത്തില് അങ്ങോട്ട് പോയിട്ട് ജീവനോടെ തിരിച്ചു വന്നത് നിങ്ങൾ മാത്രമാ. ചെന്നൈയിലേക്ക് ചെറിയ പ്രശ്നമാണെങ്കിലും പോലീസ് വരും. ഇവിടെ അങ്ങനെ നിയമ സംവിധാനം ഒന്നുമില്ലേ? ഇവിടുത്തെ ജമീന്ദാര് നല്ല പവർഫുൾ ആളാ. ഇവിടെ ആരും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും പോലീസ് സ്റ്റേഷനിലൊന്നും പോയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല. എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും തീർപ്പ് കൽപ്പിക്കുന്ന മുഖ്യനാ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. ആദ്യം നാട്ടിലെ പ്രശ്നം എന്താന്ന് പറ. താൻ പഠിക്കാൻ വന്നവനല്ല, താൻ പഠിച്ചിട്ട് പോവാൻ നോക്ക്. ഈ നാട്ടിലെ പ്രശ്നത്തിൽ വെറുതെ തലയിടല്ലേ. എന്നാ വിട്ടേക്ക്. ഞാൻ പോകുന്ന കോളേജ് എങ്ങനെ? പ്രശ്നമുള്ള സ്ഥലമാണോ? കോളേജിൽ പ്രശ്നം ഉണ്ടാവാനോ? ചാൻസേ ഇല്ല. പ്രിൻസിപ്പൾ പരമാത്മാവാ, ഭയങ്കര സ്ട്രിക്റ്റാ. തല്ലും പിടിയൊന്നും അങ്ങേർക്ക് ഇഷ്ടമല്ല. മലയാളിയായാലും തമിഴനായാലും പ്രശ്നങ്ങളൊക്കെ കോളേജിന് വെളിയിലായിരിക്കണം. കോളേജിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നായിരിക്കണം. അത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. പിന്നെ കോളേജിൽ ആര് പഠിച്ചാലും അതൊരു ഹോസ്റ്റലിൽ നിൽക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധം. അല്ലാതെ ഒരു നീക്കുപോക്കിനും അദ്ദേഹം തയ്യാറല്ല. രേഖ, അവര് രണ്ടുപേരും അടിച്ചിട്ടുണ്ട്. ഒരാഴ്ച സസ്പെൻഡ് ചെയ്തേക്ക്. സാർ ഞങ്ങൾ വൈഫൈ അടിച്ചതാ. അതൊന്നും എനിക്കറിയില്ല. നിന്റെ കൈ കൊണ്ട് അവന്റെ കയ്യിലടിച്ചു എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ അടിയായെന്ന. ഔട്ട് മൈ കോമ്പൗണ്ട്. കമോൺ രേഖ. എടാ, ഇന്നലെ രാത്രി ഞാൻ ഭാഷാ പടം കണ്ടു. അദ്ദേഹം തമിഴ് ചെയ്താലും തെലുങ്ക് ചെയ്താലും സംഭവം സൂപ്പർ ആയിരിക്കും. എന്തായാലും രജനീകാന്ത് ഒരു സൂപ്പർ സംഭവം തന്നെ അല്ലേ? ഇവന്റെ വർത്താനം കേട്ടിട്ട് ഇവൻ രജനീകാന്തിന്റെ ഫാനാണെന്ന് തോന്നുന്നു. രേഖ, ഇവനെ ഒരാഴ്ചയല്ല 1 മാസത്തേക്ക് ഇവനെ ഇവിടുന്ന് ഡീബാർ ചെയ്തേക്കും.